ജിഷ്ണു പി മോഹനന്റെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, യൂണിക്കോഡ് സെൽഫ് പബ്ലിഷിംഗ് കമ്പനിയുടെ ബെസ്റ്റ് സെല്ലർ അവാർഡ് കിട്ടിയ പുസ്തകം. പൊതുവെ യൂണിക്കോഡ് പുറത്തിറക്കുന്ന പുസ്തകങ്ങളെ കുറഞ്ഞിട്ട മിക്കതും അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇത് ക്രിയേറ്റീവ് പാർട്ട്. പേര് പോലെ തന്നെ കൗതുകം ഉണർത്തുന്ന 7 കഥകളാണ് പുസ്തകത്തിലുള്ളത്. ഭാഷ കൊണ്ടും ആഖ്യാനം കൊണ്ടും അവതരണം കൊണ്ടും ഓരോ കഥയും ഒന്നിനൊന്ന് മികച്ചത്. വെറുതെ വായിച്ചു പോകാവുന്ന കഥകളായിട്ടല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ സമ്പന്നമാക്കുന്ന തലത്തിലാണ് ഓരോ കഥയും എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കാൻ പാകത്തിന് കുറച്ച് നല്ല കഥാപാത്രങ്ങളും പുസ്തകത്തിലുണ്ട്. അനുരാധ, പീലി, മുത്തു, അരവിന്ദമാഷ്, ഇവരൊക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ പലപ്പോഴും തനിക്ക് പ്രിയപ്പെട്ടവരെയും അവരുടെ സ്നേഹത്തെയും കൂടുതൽ മനസ്സിലാക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പുസ്തകത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഇരുവശത്തു നിന്നും വെള്ള കയറി തുടങ്ങിയ കണ്ണുകളിൽ വേദനയോറി. രവിയുടെ നടുവളഞ്ഞു. അയാൾ ഒരുപാട് നേരം ആ നിൽപ്പ് നിന്നു. ശേഷം പതിയെ രാധയ്ക്ക് സമാന്തരമായി മണ്ണിൽ കിടന്ന് കരഞ്ഞു. പതിയെ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ചു. ചുങ്ങിയ തടിയിൽ തലയാകെ പൂത്തുപോയ പൂമരം അതിൻ്റെ ചുവട്ടിലെ മഹാശൂന്യതയെ നോക്കി. ഒറ്റ എന്ന വാക്കിൻ്റെ ഏത് ഭാഷയിലുള്ള പര്യായമാണ് രവിയെന്നോർത്ത് ജീവിതത്തിൻ്റെ ആകൃതിയിൽ ഒരു ചുവന്ന പൂവ് രാധയുടെ കല്ലറയിലേക്ക് എത്തിച്ചു കൊടുത്തു.